ഓ ഗായ്സ്, നമ്മളിപ്പോൾ ഈ കുടുംബത്തിൽ നമ്മളിന്ന് താമസിച്ച പള്ളി ഉണ്ടല്ലോ, പള്ളീനെ ഒരു മുറ്റത്താണ് കിടക്കുന്നത്. ആ പള്ളിയിലെ എന്താ പറയുക, അടച്ചവൻ അങ്ങോട്ട് വരല്ലേ, 6 മുട്ടം പശുക്കളായിട്ട് അവിടെ ഉള്ളത് മൊത്തം. വേറെ ഫുള്ള് കഴിക്കണം ഒരു ഫുഡ്. ഒരു ലോഡ് എരുമകളുണ്ട്. അപ്പോൾ ഇതൊക്കെ വലുതാണ്. ഇതിൻ്റെ ബാക്കിലാണ് വല്ല വീടും കാര്യങ്ങളൊക്കെ. അത് സ്ത്രീകളുണ്ടായാൽ അധികം ക്യാമറ എടുക്കാൻ പറ്റുക, അതൊക്കെ പ്രശ്നമാണ്. ലോഡുണ്ട് കേട്ടോ, ഈ കാണുന്ന 4-5 ആ തലക്കിലൊക്കെ ഉണ്ട്. ഒരു ലോഡുണ്ട്. ഹലോ ഗായ്സ്, എല്ലാ മച്ചന്മാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് 11ാമത്തെ ദിവസത്തല്ലേ, ഇന്ന് 10ാമത്തെ ദിവസം അറിയില്ലട്ടോ, ഓർമ്മയില്ല. 11ാമത്തെ ദിവസമായിട്ട് നമ്മൾ പഞ്ചാബിലെത്തിയിരിക്കണം. ഇപ്പോൾ പഞ്ചാബിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ദയനീയാവസ്ഥയാണ്, ഭയങ്കര തണുപ്പാണ്. പിന്നെ ഇത് കണ്ട് ആരും അനുകരിക്കരുത് എന്നാണ് പറയാനുള്ളത്. ആരും അനുകരിക്കരുത്. ഇത് കണ്ടാണ്ട് ആരും കരിന്ന് ട്രിപ്പ് പോരാൻ നിൽക്കരുത്. ഹിറ്റ് ആ സമയത്ത് പെടും. പിന്നെ എന്താ വെച്ചാൽ ഏറ്റവും പറ്റിയ ടൈം, കാശ്മീർ പോകാൻ പറ്റിയ ടൈം ഏപ്രിലാണെന്ന് പറയുന്നത്. മാർച്ച് ടു ഏപ്രിൽ ആ ടൈം. ഒരു 2-3 മാസം വെയിറ്റ് ചെയ്താൽ മതി. നല്ല അടിപൊളി കാഴ്ചയും കിട്ടും, ഉഷാറായിട്ട് പോരും ചെയ്യാം. ഇപ്പോൾ പറഞ്ഞാൽ വളരെ കമ്മിയാണ് കേട്ടോ, ടൂറിസ്റ്റുകളൊക്കെ കമ്മി തന്നെ. കാരണം ഇപ്പോൾ എല്ലായിടത്തും അടച്ചിട്ടൊക്കെയാണ്. പിന്നെ മൊത്തം ടാസ്ക്കാണ്. ഇന്നലെ രാത്രിയൊക്കെ ഭയങ്കര തണുപ്പ് കേട്ടോ. അപ്പോൾ ഇവിടെ -6 ഒരു 10-15 ആവാതെ വെയിലുണ്ട് കാണാൻ കഴിയും കേട്ടോ. അതുവരെ കോടമഞ്ഞാണ്, റോട്ടിൽ മൊത്തം കോടമഞ്ഞാണ്. പിന്നെ നമ്മൾ ചായ അടിച്ചാൽ വേണ്ടി ഒരു ധാബയൊക്കെ കേട്ടോ, എസ്കേ ധാബ എന്ന പേരുള്ളൂ. ചെറിയൊരു ഉന്തും വണ്ടി പരിപാടിയൊക്കെയാണ്. പഞ്ചാബികളുടെ അടുത്താണ് നമ്മൾ ബുള്ളറ്റൊക്കെ കണ്ടു തുടങ്ങിയത്. നമ്മുടെ സംസ്ഥാന കൂട്ടുകാരെ പഞ്ചാബികളുടെ അടുത്ത് ബുള്ളറ്റൊക്കെ കാണാൻ തുടങ്ങി കേട്ടോ. പഞ്ചാബികൾ ടോപ്പാണ്, പക്ഷേ അത്ര വലിയ ഒരു എന്താ പറയുക, വലിയൊരു ദയുള്ള ആൾക്കാരൊന്നുമല്ല. ഗായ്സ്, നമ്മളങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ആലു പൊറോട്ടയാണ് വാങ്ങിയത്. ഈ ആലു പറഞ്ഞാൽ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്. ആലു പറഞ്ഞാൽ നമ്മളെ ഉരുളക്കിഴങ്ങാണ്. ഇത് കക്കരിക്കയാണ്. മറ്റേ കക്കരിക്കയാണ്, എന്താ പറയുക പേര്, കിയാറാണ്ടോ. പിന്നെ ഇത് മുള്ളങ്കി അറിയും, വെള്ള ക്യാരറ്റ്, പിന്നെ ഉള്ളിയുണ്ട്, മുളക് ചട്നി ഉണ്ട്, അച്ചാറുണ്ട്. അച്ചാർ മിക്സറാട്ടോ. അപ്പോൾ ഇത് കൊടുത്തും കൂടി ടേസ്റ്റ് തന്നെയാണ്. ഇത് മാത്രം നമുക്ക് നല്ല ടേസ്റ്റായിട്ട് കഴിക്കാൻ കഴിയുള്ളൂ ഇവിടെ ഉള്ള. ബാക്കിയുള്ളതൊക്കെ കണക്കാണ്. പിന്നെ റൈസ് അടിപൊളി. കാരണം റൈസിന് 200 രൂപയൊക്കെ കൊടുക്കണം എന്നാണ് പറഞ്ഞിട്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. കണ്ണ് കാണുന്നില്ല ഗായ്സ്, അജാതി കോട. ഇതിന്റെ കൊണ്ടാരെ എന്തൊരു കോട. കോട എന്ന് പറഞ്ഞാൽ കോടല്ല കോട. ഓയ് കോട മഞ്ഞുണ്ടോ? ഓയ് ഹെൽമെറ്റിന്റെ ഗ്ലാസ് വെക്കാൻ കഴിഞ്ഞോ. അജാതി തണുപ്പ്. ഇതിന്റെ കൊണ്ടാരെ മതിയായി, മടുത്തു. ഹലോ ഗായ്സ്, ഇതൊരു സ്പ്ലെൻഡർ മോഡലുള്ള വണ്ടിയാണ് കേട്ടോ. വണ്ടി കറക്റ്റ് ഏതാണെന്ന് അറിയില്ല. ഈ വണ്ടിൻ്റെ ബാക്ക് നോക്കി ഫുള്ള് ചെങ്ങല വെച്ചുകൊണ്ട് ബാക്കത്തെ ടയർ സെറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. ഇങ്ങനെ സെറ്റ് ചെയ്തിരിക്കണേ. ഇതൊക്കെ ഇവിടെ അലോഡാണ് കേട്ടോ. ബൈക്കുമലാണ്, മൈലേജ് ഉണ്ടാവും. പിന്നെ ഈ കൊട്ടൻ്റെ സെറ്റപ്പൊക്കെ ബൈക്കുമലാണ് വെച്ചിരിക്കുന്നത്. ഒക്കെ ഫിറ്റ് ചെയ്തിരിക്കുന്നത് ഫുള്ള് സെറ്റപ്പിലാണ്. കണ്ടമാന സാധനം കൊണ്ടുപോവുക. ഇതിലിടയ്ക്കിടയ്ക്ക് ആൾക്കാരൊക്കെ ഇരുത്തി കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. കുട്ടികളെയും മക്കളെയും ഫാമിലി അടക്കം ഇതിൽ കൊണ്ടുപോകലുണ്ട് ആൾക്കാർ. ഇതിവിടെ നമ്മളെ ചാനലും കാര്യങ്ങളും ചോദിച്ചാണ്ട് ആളാണ്. വീഡിയോ
തണുപ്പ് സഹിക്കാൻ കഴിഞ്ഞില്ല കേട്ടോ. ആകെ അടങ്ങേറാണ് തണുപ്പ്. എവിടെ പോയാലും ഈ സാധനം തന്നെ കിട്ടുള്ളൂടാ. വണ്ടി ഒടുക്കത്ത് തണുപ്പ് പറഞ്ഞാൽ ഒടുക്കത്ത് തണുപ്പ്. നമ്മളടുത്താണെങ്കിലും ഒന്നുമില്ല. ആകെ ഒരു ക്ലബ്ബുണ്ട്. പിന്നെ ഇനി ഇത് വേണം, മങ്കി ക്യാപ്പ് വേണം. പിന്നെ അതേപോലെ തന്നെ ജാക്കറ്റും നല്ലൊന്ന് വാങ്ങണം. പിന്നെ അടിയിലിടാൻ പറ്റിയ ഇന്നറും കാര്യങ്ങളും, തണുപ്പത്തിടാൻ പറ്റിയ ഇന്നറും കാര്യങ്ങളൊക്കെ വേണം. പൊന്നാരെ എജ്ജാതി തണുപ്പ് പറഞ്ഞാൽ എജ്ജാതി തണുപ്പ്. ഇപ്പോൾ സമയം 11 കഴിഞ്ഞ് 12 മണി ആവാനായി. ഇങ്ങോട്ട് തണുപ്പ് കിട്ടിയില്ല. ഇവിടെ ഇയാളെന്തൊക്കെ തരുന്നുണ്ട് മീൻസ് നല്ല സാധനങ്ങൾ ഇവിടെ കിട്ടണില്ല തോന്നുന്നുണ്ട്. എൻ്റെ കറക്റ്റ് അറിയില്ല, നോക്കട്ടെ. ഗായ്സ് ബായിൻ്റെയൊക്കെ ഒന്ന് സാധനം വാങ്ങി. പിന്നെ അതേപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യിപ്പിച്ചിട്ടോ. ഫുള്ള് ഇതെങ്ങനെ 700 റുപ്യ വീഞ്ഞിക്കണം നമ്മളൊക്കെ. 700 റുപ്യ എത്ര പറഞ്ഞിന്? 800 മൊത്തം 800 റുപ്യ. 800 റുപ്യ 250 900 റുപ്യ ഉള്ളത് 700 റുപ്യ. കത്ത് വെറുതെ പറയാണ്. വെറുതെ പറയാണ്. 900 റുപ്യ പറഞ്ഞ് 700 റുപ്യ ആക്കി വെച്ച്. ഏതായാലും അത്രയൊന്നും ഇല്ല ശരിക്കും ഇതിൻ്റെ വില. അല്ലാ, അങ്ങനെ കണ്ടിന്യൂ ദ റൈഡ് പോവാൻ കേട്ടോ ഗൈസ്. ഇതൊക്കെ ഒന്ന് ധരിച്ചിട്ട് നല്ല സെറ്റായി പോകണം. Safe journey bro. Safe journey. Thank you. Thank you. Calicut Malabar, Calicut goal. Calicut. Actually, we also belong from there. Okay, bro. Thank you. ഹലോ ഗായ്സ്, നമ്മളങ്ങനെ ഇപ്പോൾ ഉള്ളത് ജമ്മു കാശ്മീരാട്ടോ. നമ്മൾ ജമ്മു കാശ്മീരിലൊരു ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ജമ്മു എത്തണുള്ളൂ. അതായത് നമ്മൾ സ്റ്റേറ്റ് കടന്നു കേട്ടോ. അതായത് പഞ്ചാബ് കടന്നു. ഇപ്പോൾ നമ്മൾ എവിടെയുള്ളത്? കാശ്മീരിലാട്ടോ ഉള്ളത്. കാശ്മീരിലൊരു ചായ അടിക്കാൻ കയറിയാണ്. അപ്പോൾ ഒരുപാട് പേര് പറഞ്ഞു ഇപ്പോൾ പോയിട്ട് കാര്യമില്ല, നമ്മളെപ്പോൾ പോകുമ്പോഴും എപ്പോൾ പരിപാടി അറിയുമ്പോൾ അവതരിപ്പിച്ചാൽ ഇതൊക്കെ തന്നെ അവസ്ഥ. അവിടെ റോഡ് അടച്ചിട്ടേക്കാം കേട്ടോ. അപ്പോൾ തൽക്കാലം എന്താ കാട്ടുക എന്നിങ്ങനെ ആലോചിച്ചാൽ വേണ്ടി ഇങ്ങനെ ചായ അടിച്ചാൽ ഇറങ്ങിയതാണ്. അപ്പോൾ ഇവിടെ ക്ലാസ്സിന് അത്യാവശ്യം വലുപ്പമൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ പഞ്ചാബിൽ അത്ര വലുപ്പമില്ലല്ലോ. പഞ്ചാബിലാണ് വലിയ ക്ലാസ് ഉള്ളത് കേട്ടോ. പൊട്ടണ ക്ലാസ്സൊക്കെ കാരണം. പിന്നെ നമ്മളെ പഞ്ചാബിലുള്ള പോലെ തന്നെ കാശ്മീരിലായിട്ട് ഏറ്റവും കൂടുതൽ കാശ്മീരിൽ ഹിമാചലിലൊക്കെയാണ് കഞ്ചാവിൻ്റെ അങ്ങേതലുള്ള സംഭവം. ഇതെവിടെ ഉണ്ട് കേട്ടോ കഞ്ചാവ്. കഞ്ചാ കേട്ടിട്ടേ ഉള്ളൂ. ഇപ്പോഴാണ് നമ്മൾ കണ്ടു തുടങ്ങിയത്. ഇതിങ്ങനെ പോയി തിന്നലില്ല കേട്ടോ. തിന്നാൽ ആകെ കളി വേറൊന്നുമില്ല. തിന്നപ്പോൾ ആകെ അടിച്ചു പോകും. അപ്പോൾ അതൊന്നും ആരും ട്രൈ ചെയ്യാതിരിക്കുക. ഇതൊക്കെ പല സംഭവമുണ്ട്. ഇത് ഒരു ഔഷധ ചെടിയാണ് ശരിക്കും പറഞ്ഞാൽ. പല ക്യാൻസറിനൊക്കെ അല്ലേ, അങ്ങനെ കണ്ടോ? അങ്ങനെയൊക്കെ ഉണ്ടോയെന്ന് പറഞ്ഞേക്കണം കേട്ടോ. ഹലോ ഗായ്സ്, നമ്മളങ്ങനെ കാശ്മീരിലൊരു പള്ളിയിലാട്ടോ. കാശ്മീർ എത്തിയിട്ടില്ല. ജമ്മുവിലെ ഒരു ജഗാക്ക നാം ക്യാ ഭയ്യാ? സംബ എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ ഇവിടുത്തെ പള്ളിയിലെത്തി. ഇവിടുത്തെ കുറേ കുട്ടികളുണ്ട്. അപ്പോൾ കുട്ടികളൊക്കെ നമ്മളെ വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരുപാട് കുട്ടികളുണ്ട്. आपका नाम क्या है? ഷാഹിദാണത്. പിന്നെ आपका नाम? മുഹമ്മദ് ജാസിർ ആണത്. നവീദ് അലി ആണത്. റിസ്മാൻ ചൗധരി ആണത്. आपका नाम? റിയ
റിയോ പർവീസ് ചൗധരി. മൂപ്പരെ വീട്ടിൽ എടുക്കേണ്ട കാരണം വേറെ ആളുണ്ട്. ഇവരാദ്യം നമ്മളെ ഇവിടെ കയറ്റി താമസിച്ച ഒരാളാണ് ആ ബാക്കിലുള്ളത്. മൂപ്പരാണ് ഇവിടെ വേറെ ഏട്ടനോട് കാക്കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ മൂപ്പര് നമ്മളോട് എന്താ പറഞ്ഞു വെച്ചാൽ ഇവിടെ പള്ളിയിൽ ID കാർഡൊക്കെ വേണം പറഞ്ഞിട്ട്. അപ്പോൾ ആധാർ കാർഡൊക്കെ എടുത്ത് കാണിച്ചു കൊടുത്തു. അപ്പോൾ പള്ളി കയറ്റി നമ്മളെ ഇവിടെ നിസ്കരിച്ചാൽ വന്നു. അവിടെ ഇമാമില്ല, ഇമാമ് ബീഹാറിലുള്ള ഇമാമാണ് മൂപ്പര് പോയിക്കണ്. അപ്പോൾ ഇന്ന് നാളെ വിലയൊക്കെ ശരിക്കുള്ളൊരു വീഡിയോ നമുക്ക് കാണാം കേട്ടോ. നമ്മളിപ്പോൾ ഒരു പെട്രോൾ പമ്പിൽ നിന്നൊക്കെ പെട്രോളൊക്കെ അടിച്ചുകൊണ്ട് കയറിയതാണ്. ഇവിടെ ചില ഒരു മലൻ്റെ മുകളിൽ, ചെറിയൊരു മലൻ്റെ മുകളിൽ ഇവിടെ ചുറ്റുവട്ടത്തിലും വീടാട്ടോ. അപ്പോൾ നമ്മളിവിടുത്തെ പള്ളിയിലാണുള്ളത്. പള്ളിയിലത്തെ കാലിയാരി ബീഹാറി. അപ്പോൾ ബീഹാർക്ക് പോയേക്കാണ്. അതായത് ലീവിന് പോയതാണ്. അപ്പോൾ നമ്മളിന്ന് രാത്രി ഫുഡ് കഴിക്കാൻ വേണമെന്നൊക്കെ ചോദിച്ചിനി. വെറുതെ ചാട കാട്ടിയാൽ വേണ്ടാറിന് ഒന്നും കൊണ്ടുവരില്ല. അപ്പോൾ തൽക്കാലം നമ്മൾ ഉണ്ടാക്കാൻ വിചാരിച്ചു. വരി ലെറ്റ്സ് ഗോ. നമ്മളെന്താ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ നൂഡിൽസ് ഉണ്ടാക്കണം. ഏതാ ബ്രാൻഡ് വെച്ചാൽ ഇപ്പി കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ വീട്ടിൽ നിന്ന് കൊടുക്കുന്ന സ്റ്റൗ. ഈ സ്റ്റൗ ഇങ്ങനെ മടക്കിയ സംഭവമാണ്. ഇതിങ്ങനെ ഇപ്പോൾ നിവർത്തിയതാട്ടോ. കണ്ടില്ലേ, ഇതൊക്കെ ഇങ്ങനെ മടക്കിയതാണെന്നൊക്കെ നിവർത്തിയതാണ് കേട്ടോ. ഇവിടെ ഗ്യാസ് സ്റ്റൗ, ഇതിവിടെ ഗ്യാസ് നിറക്കണം. ഇതാണ് ബ്യൂട്ടൈൻ ഗ്യാസ് അറിയ സാധനം. ഇത് 120 റുപ്യ എടുത്ത് വാങ്ങിയ കേട്ടോ. ഇത് എങ്ങനെ കൊടുക്കല് വെച്ചാൽ ഇതിവിടെ കണ്ടൊരു ക്ലിപ്പ്, ഇവിടെ ക്ലിപ്പ് കണ്ടോ, ഇങ്ങനെ വെക്കുക. എന്നിട്ട് കറക്റ്റ് കയറ്റാൻ തിരിക സംഭവം പരിപാടി കഴിഞ്ഞു. എന്നിട്ട് അപ്പോൾ ഇനി ഇത് തുറക്കുക. അപ്പോൾ സൗണ്ട് കേൾക്കണോ? സൗണ്ട് ഇട്ടിട്ട് വരില്ലാണ്ട് വെച്ചാൽ തണുപ്പായിട്ടാട്ടോ. കുറച്ചും കൂട്ടി വെക്കാം. ഇത് കുറേ കാലം നമ്മൾ യൂസ് ചെയ്യാത്തതുകൊണ്ട് ഇതിൻ്റെ സുഖമില്ല. നോക്കട്ടെ. ഇത് കാറ്റുകൊണ്ടാട്ടോ സംഭവം. നല്ല കാറ്റുണ്ട് ഇവിടെ. നമ്മളിത് ഭാഗ്യത്തിന് ചത്തിയില്ല. ചില നേരത്തെ ഇങ്ങനെയൊക്കെ ഒരു സ്വഭാവം കേട്ടോ. എന്താണ് അവിടെ ഗ്യാസ് അത് കുറവാണ്. ചെറിയ കംപ്ലൈൻ്റ് ആയിക്കണേ. കുറച്ച് വെള്ളം ഇവിടെ ഇത്രേ ഉള്ളൂ. ബാക്കി വെച്ചാ ഇത് പിടി. അപ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് പോയിട്ട് ആരും പേടിക്കേണ്ട. നമ്മളോട് ഇതിനോടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഗ്യാസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യട്ടോ. സ്പീഡ് കൂട്ടൊക്കെ ചെയ്യാം. അപ്പോൾ അതിനെ കൂട്ടിയതല്ല. അത് എന്താ വെച്ചാൽ ഇവിടുത്തെ കാറ്റ് പറ്റണില്ല. അത് വെള്ളം കുറച്ച് ഫില്ല് ചെയ്തു. ഇവിടുന്ന് വാങ്ങിയാട്ടോ. മധ്യപ്രദേശിനല്ല, മഹാരാഷ്ട്രയിൽ നിന്ന് വാങ്ങിയാൽ 2 സ്പൂൺ വാങ്ങി. 10 റുപ്യ 220 റുപ്യ കേട്ടോ. വലിയ ക്വാളിറ്റി ഒന്നും ഇല്ല. അപ്പോൾ നമ്മൾ നൂഡിൽസിൻ്റെ പാക്ക് പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നൂഡിൽസ് കഴിച്ച് മരിക്കും. കേട്ടോ സ്പൂണ് നല്ല ചുരുക്കുള്ള സ്പൂണല്ലേ. അത് കഴുകണം കേട്ടോ. ഒന്ന് കഴുകിയേക്കാം. ഇവിടെ പൈപ്പിലൊക്കെ ഒരുമാതിരി ഐസ് വാട്ടർ ആട്ടോ വരുന്നേ. അപ്പോൾ നമ്മളങ്ങനെ നൂഡിൽസ് പാത്രത്തിലേക്ക് ഇട്ടു. ഗായ്സ് നമ്മളങ്ങനെ നൂഡിൽസ് ഉണ്ടാക്കി തിളച്ചു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് വെള്ളം കൈ കൂടി ചിന്തി കളഞ്ഞ്. ഓവർ തിളച്ചാൽ നമ്മളെ ഗ്യാസ് തീരും. അപ്പോൾ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പാത്രമല്ലല്ലോ കഴിക്കാൻ, ഇതിന് കഴിക്കേണ്ടി വരും അല്ലേ? 2 അപ്പോൾ ഒട്ടേക്ക് കാണണേ. ഒരാൾക്ക് വെള്ളം ഇറച്ചി വെള്ളം ഇല്ല സത്യം പറഞ്ഞാൽ. 10 റുപ്യേൻ്റെ പാക്കറ്റാണ്. 12 12 ലീപ്പിക്ക് 12 15 ആണ്. സ്പെഷ്യലിനൊക്കെ വില കുറവാണ്. ഗായ്സ് അങ്ങനെ നൂഡിൽസ് റെഡി ആയിട്ടോ. അപ്പോൾ നമ്മൾ ഉദ്ഘാടനം കഴിക്കാൻ പോകണേ. ഇതേ സ്പൂൺ നമ്മൾ വാങ്ങി കേട്ടോ. അപ്പോൾ നമ്മൾ കഴിക്കാൻ പോകണേ. നല്ല ചൂടുണ്ട് കേട്ടോ. ഒപ്പാണ്ട് അടുപ്പത്ത് നിന്ന് എടുത്തിട്ടുള്ളൂ. ചൂടുണ്ടോ? കുഴപ്പമില്ല. ചൂടൊക്കെ പെട്ടെന്ന് ആറും കേട്ടോ. ഫുള്ള് തണുപ്പായുണ്ട്. ഇവിടെ ഇരിക്കല്ലേ. അപ്പോൾ നമ്മൾ കഴിച്ച് കഴിഞ്ഞിട്ട് കാണാം കേട്ടോ.